ഈ MP ഗോവിന്ദനെ പോലുള്ള ആളുകൾ ഏത് രീതിയിലാണ് പരാജയപ്പെട്ടതെന്ന് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി പറയുകയല്ലേ ജി സുധാകരൻ ചെയ്തത്. അതിൽ എന്തെങ്കിലും കളയാനുണ്ടോ? എല്ലാ അർത്ഥത്തിലും അവിടുത്തെ CPM നേതൃത്വത്തിൻ്റെ കംപ്ലീറ്റ് അടപടലം എടുത്തിട്ട് ചതച്ച് കളഞ്ഞില്ല. അയാൾ യഥാർത്ഥത്തിൽ അവിടുത്തെ CPM നേതൃത്വത്തിന് ഓരോ ദിവസവും ഈ കാലേവാരി തറയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ ചൂലെടുത്ത് നിലത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെയാണ് ഈ CPMൻ്റെ നേതാക്കന്മാരെ ഈ ചൂല് കൊണ്ട് അയാൾ അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇരുത്തി കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ട് സുധാകരൻ തുടങ്ങിയിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊന്ന് ഈ സ്റ്റെൻ ഗൺ വെച്ച് വെടിവെക്കുന്ന പോലെയാണ് സുധാകരൻ വെടിവെക്കുന്നത്. നമസ്കാരം. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി മത്സരിച്ചു ജയിച്ച ശേഷം അമ്പലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിന്, CPMൻ്റെ ജില്ലാ നേതൃത്വത്തിന് പ്രത്യേകിച്ചും അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ പരസ്യമായി ചോദ്യം ചെയ്യാനും അധിക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും വരെ ശ്രമിക്കുന്നു. പക്ഷേ സുധാകരൻ വഴങ്ങുന്ന മട്ടില്ല. 75 വയസ്സായ സുധാകരൻ ഇപ്പോഴും പാർട്ടി നേതാക്കളെ, അതായത് R നാസറും H സലാമും ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒക്കെ എടുത്തിട്ട് പെരുമാറുകയാണ്. പാർട്ടിക്കൊക്കെ ഒരു കണക്കിന് ഈ നാസറിനും സലാമിനുമൊക്കെ ഒരു പരിധിവരെ കുറച്ച് അണികളെ കൂട്ടി മുന്നോട്ട് പോകാം. അത് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. സുധാകരൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അതായത് ഈ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പോരാട്ട വീറ്, അയാളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ശുദ്ധി എന്നൊക്കെ പറയുന്നതിനെ നമുക്കൊരിക്കലും പ്രായവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജി സുധാകരൻ. ഇതിനു മുമ്പ് ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. അത് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ്, 80 വയസ്സിന് മുമ്പ് സമരം ചെയ്തില്ല എന്നല്ല, ഐതിഹാസികമായിട്ടുള്ള സമര പോരാട്ടങ്ങളൊക്കെ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എടുത്തത്. മനസ്സിലായത്? അപ്പോൾ അതുകൊണ്ട് ഈ പോരാട്ട വീറിനും ഈ സമരോത്സുകതയ്ക്കും സമരം ചെയ്യാനുള്ള വീറിനും ഒന്നും തടസ്സം പ്രായമല്ല എന്ന് ജി സുധാകരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് നമ്മളെ ഇപ്പം മനസ്സിലാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജി സുധാകരനെ CPM എന്താ പറഞ്ഞത്? 75 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ജി സുധാകരനെ മാറ്റി നിർത്തിയത്. എന്നാൽ പ്രായമെന്ന് പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങൾക്കൊന്നും ഒരു തടസ്സമല്ല എന്ന് ജി സുധാകരൻ എന്ന 75 വയസ്സുകാരൻ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ UDF നേതാക്കന്മാർക്കൊരു പാഠമായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിർത്തുക. ആലപ്പുഴ ജില്ലയിലാണല്ലോ ഇപ്പോൾ സുധാകരൻ അവിടുത്തെ നേതാക്കന്മാരെ എടുത്തിട്ട് ചതച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ UDFൻ്റെ ശക്തി നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കി. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല അവിടെ നിന്നാണ് ഉള്ളത്. കോൺഗ്രസിൻ്റെ മറ്റൊരു സീനിയർ നേതാവായിട്ടുള്ള PC വിഷ്ണുനാഥ് അവിടെ നിന്നാണുള്ളത്. വേറൊരു നേതാവായിട്ടുള്ള M ലിജു അവിടെ നിന്നാണുള്ളത്. അതിലൊരാൾ ആഭ്യന്തരമന്ത്രി, ഒരാൾ ടൂറിസം മന്ത്രി, ഒരാൾ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അത് കൂടാതെ അവിടെ നിന്ന് എനിക്കൊന്ന് 1-2 MLA-മാരെ മറ്റോ ഉള്ളൂ LDF-ന് ഇപ്പോൾ. ബാക്കിയുള്ളത് മുഴുവൻ UDF-ൻ്റെ MLA-മാർ. ആ UDF-ൻ്റെ നേതൃത്വത്തിന് ഈ ആലപ്പുഴ ജില്ലയിലെ CPM-ൻ്റെ ഒരു രോമത്തെ തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വത്തിനെതിരായിട്ട് പോരാട്ടം നടത്തിയിട്ടാണോ UDF-ന് ആലപ്പുഴയിൽ നിന്ന് ഇത്ര സീറ്റ് കിട്ടുക? ഒന്നുമല്ല. ആലപ്പുഴ ജില്ലയിലെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെറും നനഞ്ഞ പടക്കമാണ് ആലപ്പുഴ ജില്ലയിലെ. ഡാം സ്ക്വീബ് എന്ന് പറയും, അവരാണ് ആലപ്പുഴ ജില്ലയിലെ UDF-ൻ്റെ നേതാക്കന്മാർ. കാശിന് കൊള്ളില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ എന്നുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ UDF നേതൃത്വത്തിന്, അവിടുത്തെ CPM നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് കുറേ എണ്ണം അവിടുന്ന് ജയിച്ചു വന്നു, ഇത്രേ ഉള്ളൂ, അതിനപ്പുറത്തേ ഉള്ളൂ. അവരൊക്കെ ഈ സുധാകരനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് എനിക്ക് സൂചിപ്പിക്കാം. സുധാകരൻ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ നേതാക്കന്മാരോട് പറയുന്നത് കണ്ടു, വയോജന വിദ്യാഭ്യാസ അവിടെ പോയിരുന്നിട്ട് ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞ അവിടെ ആലപ്പുഴ ജില്ലയിലെ UDF നേതാക്കന്മാർക്ക് സുധാകരൻ പോരാട്ടം എങ്ങനെയാണെന്നുള്ളൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. യഥാർത്ഥത്തിൽ ഈ ക്ലാസ്സിൽ സുധാകരന് മുമ്പിൽ വന്നിരിക്കുന്നത് CPM-കാരോടൊപ്പം UDF-കാരും വന്നിരിക്കണം. എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്, എങ്ങനെയാണ് എതിരാളികളെ മൂലക്കിരുത്തേണ്ടത്, എങ്ങനെയാണ് എതിരാളികളെ ഈ ചന്തിക്ക് അടിയും കൊടുത്ത് ഓടിക്കേണ്ടത്, അതല്ലേ ഇപ്പോൾ സുധാകരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് 2021 മുതൽ
സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ CPM നേതാക്കന്മാർക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നുള്ള വാക്കൊക്കെ സുധാകരൻ 2021 മുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന. അവസാനം സുധാകരൻ എന്ത് ചെയ്തു? സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചു. പാർട്ടി മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചപ്പോൾ സുധാകരൻ എന്തുമാത്രം അപഹസിച്ചു, സുധാകരനെ പാർട്ടി നേതൃത്വം എന്തുമാത്രം അപഹസിച്ചു, സുധാകരനെ പിണറായി വിജയൻ ചെറ്റെന്ന് വിളിച്ചു. ഇയാൾ എന്താണ് MP ഗോവിന്ദൻ അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെന്നിട്ട് പറഞ്ഞെന്താ, ഏത് സീറ്റ് തോറ്റാലും അമ്പലപ്പുഴ ജയിക്കണം, അമ്പലപ്പുഴ ജയിച്ചില്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികൾ ഉൾപ്പെടെ അവിടെ ഉയർത്തിയതാണ്. അവിടെ അമ്പലപ്പുഴ ജില്ലയിൽ H. സലാം എന്ന് പറഞ്ഞ ഈ മൂന്നാംകിട നേതാവിനെ വിജയിപ്പിക്കാൻ എല്ലാ പണി അരയും തലയും മുറുക്കി ഇറങ്ങിയതാണ് CPM. എന്നിട്ട് എന്താ സംഭവിച്ചത്? 28,000 വോട്ടിനാണ് അവിടെ G. സുധാകരൻ ഉമ്മാരെ മസ്തകത്തിനടിച്ച് അവിടെ അവന്മാരെ ഇരുത്തിയത്. ആ ഇരുത്തി കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ട് സുധാകരൻ തുടങ്ങിയിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊന്ന് ഈ സ്റ്റെൻ ഗൺ വെച്ച് വെടിവെക്കുന്ന പോലെയാണ് സുധാകരൻ വെടിവെക്കുന്നത്. സുധാകരൻ ഈ സ്റ്റെൻ ഗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റെൻ ഗൺ കൊണ്ട് നമ്മുടെ നെഞ്ചത്തൊരു വെടി വെച്ച് കഴിഞ്ഞാൽ ഈ വെടിവെക്കുന്നിടത്ത് ഒരു ചെറിയ സൂചിമുനയുടെ ഒരു തുള മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ഈ സ്റ്റെൻ ഗണ്ണിൻ്റെ വെടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വലുതായി പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറമേ ഒന്നും കാണത്തില്ല, പുറമേ ഇത് ഇത്രയും വലിയൊരു തുള കാണാം. നെഞ്ചിൻ്റെ മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സൂചിമുനെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അല്ലേ ഈ R. നാസറിൻ്റെ ഇവൻ്റെയൊക്കെ ഈ H. സലാമിൻ്റെയൊക്കെ നെഞ്ച് തുളയ്ക്കുന്നത് അയാൾ എന്നാലോചിച്ച് നോക്കി. അയാൾ MP ഗോവിന്ദൻ്റെ അടുത്തൊക്കെ പറഞ്ഞെന്താ, എന്ത് രാഷ്ട്രീയം അറിയാം നിങ്ങൾക്ക് എന്ത് പ്രത്യയശാസ്ത്രം അറിയാം? നിങ്ങൾ എന്നെ വർഗ്ഗവഞ്ചകൻ എന്ന് വിളിച്ചു, നിങ്ങൾക്ക് വർഗ്ഗം എന്താണെന്ന് അറിയാമോ? അയാൾ MP ഗോവിന്ദൻ്റെ അടുത്ത് ചോദിച്ചു. മറുപടി ഉണ്ടായില്ലല്ലോ. എന്താണ് വർഗ്ഗം? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ഞാനാണോ വർഗ്ഗവഞ്ചകൻ? ഞാൻ ഏത് വർഗ്ഗത്തെയാണ് വഞ്ചിച്ചത്? അതേസമയം നിങ്ങൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, നിങ്ങൾ പ്രതികരിക്കുന്ന വർഗ്ഗങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്നത് നിങ്ങളല്ലേ വർഗ്ഗവഞ്ചകൻ എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പിന്തുടരുന്നതിൽ ഈ MP ഗോവിന്ദനെ പോലുള്ള ആളുകൾ ഏത് രീതിയിലാണ് പരാജയപ്പെട്ടതെന്ന് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി പറയുകയല്ലേ G. സുധാകരൻ ചെയ്തത്. അതിൽ എന്തെങ്കിലും കളയാനുണ്ടോ? അത് ഈ CPM കാരൻ്റെ മസ്തകത്തെ പോയി അടിക്കുകയല്ലേ ചെയ്തത്. ആ അടിക്കുമ്പോൾ CPM കാർ അതിനോട് എടുക്കുന്ന മറുപടി എന്താ? ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും അതിനെ എതിർക്കേണ്ടതിന് പകരം സുധാകരൻ്റെ വീട്ടിൽ പോയിരുന്നു സുധാകരനെ തെറി വിളിക്കുന്നു, സ്ത്രീ നേതാക്കന്മാരെ കൊണ്ട് സുധാകരനെ പട്ടിയെന്നും പൂച്ചയെന്നും വിളിക്കുന്നു, സുധാകരൻ വർഗ്ഗവഞ്ചകനാണെന്ന് പറയുന്നു, സുധാകരനെ റോഡിൽ തടയും എന്ന് പറയുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് കാണിക്കുന്നത് സുധാകരൻ പറയുന്ന ഒരു കാര്യങ്ങൾക്കും മറുപടിയില്ലാത്ത നിസ്സഹായരായ തുണി ഉരിഞ്ഞു നിൽക്കുന്ന CPM നേതൃത്വമാണ് ആലപ്പുഴ ജില്ലയിൽ എന്നല്ലേ ഇത് കാണിക്കുന്നത്. സുധാകരൻ പറഞ്ഞല്ലോ, എന്നെ ആക്രമിച്ചാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. ജനങ്ങൾ നാളെ കൈകാര്യം ചെയ്താൽ ഒന്നാം പ്രതി നിങ്ങളാണ് കോൺസ്പിറേറ്റർ. നാസർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കോൺസ്പിറേറ്റർ എന്നല്ലേ പറഞ്ഞത് സുധാകരൻ. എല്ലാ അർത്ഥത്തിലും അവിടുത്തെ CPM നേതൃത്വത്തിൻ്റെ കംപ്ലീറ്റ് അടപടലം എടുത്തിട്ട് ചതച്ച് കളഞ്ഞില്ല. അയാൾ യഥാർത്ഥത്തിൽ അവിടുത്തെ CPM നേതൃത്വത്തിന് ഓരോ ദിവസവും ഈ കാലേവാരി തറയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ ചൂലെടുത്ത് നിലത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെയാണ് ഈ CPMൻ്റെ നേതാക്കന്മാരെ ഈ ചൂല് കൊണ്ട് അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാൾ ചെയ്യുന്നത് എന്താ? അയാൾ രാഷ്ട്രീയം പറയുന്നു, അയാൾ പ്രത്യയശാസ്ത്രം പറയുന്നു. അയാൾ പറയുന്നു നിങ്ങൾ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ അവസ്ഥ എന്താ? ആലപ്പുഴ ജില്ലയിൽ എത്ര MLA-മാരുണ്ട് നിങ്ങൾക്ക്? 1-2 MLA-മാർ കട്ടിച്ചിട്ടുണ്ട്, ബാക്കി മുഴുവൻ UDF കൊണ്ടുപോയില്ലേ? ആലപ്പുഴ പാർലമെൻറ്റ് നിങ്ങൾ തോറ്റില്ലേ? കണ്ണൂരിൽ 5 സീറ്റിൽ UDF തോറ്റില്ലേ? പശ്ചിമ ബംഗാളിൽ നിങ്ങൾക്ക് എത്ര MLA-മാരുണ്ടായിരുന്നു? എത്ര MP-മാരുണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ? ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? ത്രിപുരയിൽ 2 MLA-മാരുണ്ടായിരുന്നു 10-40 വർഷക്കാലത്തോളം, ഇപ്പോൾ അത് മുഴുവൻ BJP കൊണ്ടുപോയില്ലേ? ഈ പച്ചയായ രാഷ്ട്രീയം പറഞ്ഞും പച്ചയായ പ്രത്യയശാസ്ത്രം പറഞ്ഞുമാണ് ഇയാൾ CPMൻ്റെ നേതൃത്വത്തിന് അവിടെ മൂലയ്ക്കിരുത്തുന്നത്. അങ്ങനെ സുധാകരൻ എന്ന് പറഞ്ഞ 75 വയസ്സുകാരൻ പറയുമ്പോൾ വളരെ പ്രായം കുറഞ്ഞ ഈ നാസർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ആ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ആ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും മറുപടി കൊടുക്കാൻ അവരുടെ ഇല്ല. അല്ല, മറുപടി അറിയില്ല. അവർക്ക് കമ്മ്യൂണിസം എന്താണെന്നോ ആ പ്രത്യയശാസ്ത്രം എന്താണെന്നോ അറിയില്ലല്ലോ. അവരൊക്കെ ഈ പാർട്ടിയുടെ ഒരു പിൻപറ്റി അവരുടെ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ജാഥ നയിച്ചുകൊണ്ടും വന്നവരാണ്, അതിൽ പങ്കെടുത്തുകൊണ്ടും വന്നവരാണ്. അല്ലാതെ ഈ പാർട്ടിയുടെ തത്വശാസ്ത്രത്തെ കുറിച്ച് അവർക്ക് എന്തറിയാം? ഞാൻ പറഞ്ഞത് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ആ പാർട്ടിയെ ആലപ്പുഴയിൽ എവിടെ എത്തിച്ചു,
അതാണ് സുധാകരൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് തിരുത്താൻ തയ്യാറാവുന്നില്ല? അല്ല അതൊക്കെ വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് സുധാകരൻ പറയുന്നത് എന്താണ്, നിങ്ങളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും നിങ്ങളുടെ ഇവിടെയാണ് എത്തിച്ചത്, നിങ്ങൾ വട്ടപൂജ്യമാണ്. ഇത് നിരന്തരം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് വാദമുഖങ്ങൾ ഉയർത്താൻ അവിടുത്തെ CPM-ന് കഴിയില്ല. കാരണം രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും തുണിയുരിഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ പോലെ പ്രകോപനപരമായിട്ടും ഈ മോശമായിട്ടുള്ള ഭാഷയും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സുധാകരനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സുധാകരൻ്റെ വീട്ടിന് മുമ്പ് പോയി അയാളെ തെറി വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ, ഞങ്ങൾ ഈ സുധാകരനെ കൈകാര്യം ചെയ്യും. സുധാകരനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് സുധാകരൻ്റെ മറുപടി എന്താ, വീണ്ടും സുധാകരൻ അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ്. കൈകാര്യം ചെയ്യുന്നവരൊന്നും എൻ്റെ പിറ്റേ ദിവസം സുധാകരൻ അങ്ങോട്ട് അടിക്കുന്നു, കൈകാര്യം ചെയ്യുന്നവർ പറഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം സുധാകരൻ അങ്ങോട്ട് അടിക്കുന്നു. എന്താ സുധാകരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? ഏത് പൊതുവേദിയിൽ ചെന്നാലും CPM-നെ അപഹസിക്കും. സുധാകരൻ അപഹസിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? സുധാകരൻ ഓരോ വേദികളിലും ചെന്ന് CPM-ന്റെ ന്യൂനത, CPM എന്ന് പറഞ്ഞാൽ കൊള്ളൂല്ലാത്ത പാർട്ടിയാണ് ഈ പാർട്ടി, കാശിന് കൊള്ളൂല്ലാത്ത പാർട്ടിയാണ് ഈ പാർട്ടി. ഈ പാർട്ടിയെ നയിക്കുന്നത് ജീർണിച്ച നേതൃത്വമാണ്. ഈ പാർട്ടി നയിക്കുന്നത് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും അറിയാൻ പാടില്ലാത്ത മൂന്നാംകിട നേതാക്കന്മാരാണ് എന്ന് കാര്യകാരണ സഹിതം സുധാകരൻ എല്ലാ വേദികളിലും ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സ്തംഭിച്ച് നിൽക്കാൻ മാത്രമേ CPM-ന്റെ നേതൃത്വത്തിന് കഴിയുന്നുള്ളൂ. മറുപടിയില്ല. അതിൻ്റെ കാരണം എന്താ, ആലപ്പുഴ ജില്ലയിൽ CPM-ന്റെ അടിത്തട്ടിലുള്ള അണികളിൽ 90% സുധാകരൻ പറയുന്നതിനോട് യോജിക്കുന്നു. അതുകൊണ്ടാണ് CPM-ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. CPM-ന്റെ മേൽത്തട്ടിലുള്ള ജനവിരുദ്ധരായിട്ടുള്ള, ജനങ്ങളുടെ പിന്തുണയില്ലാത്ത കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് സുധാകരനെതിരായിട്ടുള്ളത്. ബാക്കി ബഹുഭൂരിപക്ഷം പേരും സുധാകരൻ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ്. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് പോരാട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പോരാടേണ്ടത്. ആ പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകാരന് 75 വയസ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 57 വയസ്സ് പോലെയാണ്. 75 57 വയസ്സ് പോലെയാണ്. യഥാർത്ഥത്തിൽ സുധാകരൻ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രായം കുറഞ്ഞു വരികയില്ലേ? ഞാൻ ചോദിക്കുന്നത്, ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് പോലും ഈ സുധാകരൻ എന്ന് പറഞ്ഞാൽ 75 വയസ്സുകാരൻ നടത്തുന്ന ഈ സമരത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എത്ര സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ UDF-ന് ആലപ്പുഴയിലുണ്ട്? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, PC വിഷ്ണുനാഥ് സാമാന്യേന ചെറുപ്പക്കാരൻ ടൂറിസം മന്ത്രി, ലിജു സാമാന്യേന ചെറുപ്പക്കാരൻ എക്സൈസ് മന്ത്രി. ഇവർക്കാർക്കെങ്കിലും CPM-നെ ഈ സുധാകരൻ്റെ ഒരു 100% ശക്തിയോടുകൂടി എതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ UDF-ന് വിവരമില്ലാഞ്ഞിട്ടാണ് അവർ ശരിക്കും യഥാർത്ഥത്തിൽ സുധാകരനെ മന്ത്രിയാക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം UDF-ന് വേണ്ടി രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നവരല്ല UDF-ന് നേതൃത്വം കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ അയാളെ മന്ത്രിയാക്കുകയാണ് ചെയ്യേണ്ടിരുന്നത്. അയാൾ അവിടുത്തെ പാർട്ടിയെ കംപ്ലീറ്റ് എടുത്തൊരു മൂലക്കിരുത്തിയിട്ട് ഈ പുഷ്ട് ടു ദ വോൾ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ലൂസിഫറിൽ മറ്റേ മോഹൻലാൽ ഒരുത്തൻ ചെയ്യുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് സുധാകരൻ അവിടെ ഈ CPM കൊല വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? അല്ല, അവരുടെ ഓരോ പ്രതികരണങ്ങളും ഭീഷണിയും അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മറുപടിയില്ല. മനസ്സിലായോ? ഇതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജാഥകളും പ്രകടനങ്ങളും വലിയ മീറ്റിങ്ങുകളും ഒന്നുമല്ല. സുധാകരൻ 75 വയസ്സ് കഴിഞ്ഞാണ്, പല രോഗങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ പോയി കണ്ടപ്പോഴത്തേക്കും കാലിനൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് സുധാകരൻ. പക്ഷേ സുധാകരൻ നടത്തുന്ന സമരം, അതിൻ്റെ പോരാട്ടം, അതിൻ്റെ ആ പോരാട്ട വീറ്, അതിൻ്റെ ശക്തി, അതിൻ്റെ തീവ്രത, ഈ സമരം ഏറ്റെടുക്കാൻ അവിടെ UDF-ന് കഴിയുമോ? അവരെ കൊണ്ടൊന്നും കൊള്ളൂല. അപ്പം അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ UDF-കാർ യഥാർത്ഥത്തിൽ പരിപൂർണമായും സുധാകരനോട് കടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവരൊന്നും ചെയ്യാതെ അതിൻ്റെ ഗുണം മുഴുവൻ അവർ നേടിക്കൊണ്ടുപോവുകയാണ്. 29,000 വോട്ടിനല്ലേ CPM-ന്റെ ഒരു ഉറച്ച മണ്ഡലം സുധാകരൻ പിടിച്ചെടുത്ത് കൊടുത്തത്. എന്നാലോചിച്ച് നോക്ക്. മനസ്സിലായി? എത്രയോ കാലമായി CPM അവിടെ ജയിക്കുന്നത്. വെച്ചാൽ അവിടെ ജയിച്ചതിൽ 4 പ്രാവശ്യവും സുധാകരനാണ് അവിടെ ജയിച്ചത്. എന്തൊക്കെയാണ് സുധാകരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? അയാൾ ഒരു പുല്ലും ചെയ്തിട്ടില്ല, അയാൾ അധികാരമോഹിയാണ്, അയാൾ ഇരുന്നത് സമയത്ത് വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വികസനം എല്ലാം കൊണ്ടുവന്നത് LDF സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ അപഹസിച്ചത്. അവസാനം എന്താ സംഭവിച്ചത്? 30,000 വോട്ടിന് അയാൾ ജയിച്ചു. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ഇതായിരിക്കും, അമ്പലപ്പുഴയായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഒന്നാമത്തെ പാഠം പഠിക്കാനുള്ള CPM-കാർ ഇനി ഞാൻ പറയുന്നത് സുധാകരനെതിരായിട്ട് ഈ പറയുന്ന ഈ പണിയിൽ നിന്ന് നിർത്തണം. കാരണം ഓരോ ദിവസവും അത് പറയും തോറും സുധാകരനിൽ നിന്ന് ഓരോ ദിവസവും ഈ വെടിയേറ്റ് ചോരയൊലിച്ച് വീഴേണ്ടി വരും.
തുണി ഉരിഞ്ഞ് സുധാകരൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് CPM ഈ സുധാകരനെതിരായിട്ട് നടത്തുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം. കാരണം സുധാകരന് തരവല്ല അവർ. സുധാകരനെ പോലെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും അറിയാവുന്ന, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ശുദ്ധിയുള്ള ഒരെണ്ണത്തിന് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ആലപ്പുഴ ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം പാരമ്പര്യമുള്ള ജില്ലയൊന്നും ആലോചിച്ച് നോക്ക്. PS അച്യുതാനന്ദൻ്റെ ജില്ലയാണ്, മനസ്സിലായില്ലേ? P കൃഷ്ണപിള്ള, KR ഗൗരിയമ്മ, പിന്നെ CPIക്കകത്ത് എത്രയോ നേതാക്കന്മാർ, TV തോമസ് മുതലുള്ള എത്രയോ, R സുഗതൻ പോലുള്ള എത്രയോ നേതാക്കന്മാരുടെ ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു ജില്ലയാണ് CPM. ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരം 1940 നടന്ന ജില്ലയാണ് CPM ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ട്രേഡ് യൂണിയൻ സമരത്തിലൂടെ 50 പൈസ പിന്നെ കൂലി കൂടുതൽ നേടിയെടുത്ത പാർട്ടി ആദ്യം തെക്കൻ കേരളത്തിലുണ്ടായ, തിരുവിതാംകൂറിൽ ഉണ്ടായ പാർട്ടി ഉണ്ടായ ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരാരൊക്കെയാണ് ആലോചിച്ച് നോക്ക്. സതീ ചെറിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയൽ എസ്റ്റേറ്റുമായിട്ട് കൊണ്ട് നടക്കുന്ന സർവശ്രീ സജി ചെറിയൻ, സർവശ്രീ ആർ നാസർ, സർവശ്രീ അവന്റെ പേര് എച്ച് സല. അല്ല, അത് മാത്രമല്ല, ഇപ്പോ മറ്റേ പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അതുകൊണ്ട് ആലപ്പുഴയിലെ CPM ഏതാണ്ട് അസ്തമിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിലൊന്നും CPM ഇപ്പം ഇല്ല. CPM തീർന്നു കഴിഞ്ഞു. ആലപ്പുഴയിലെ CPMകാരാണ് UDFകാർക്ക് വേണ്ടിയിട്ട് 90% പേരും UDFകാർക്കാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ R നാസറൊക്കെ ഈ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും സുധാകരൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെടിയുണ്ടകളേറ്റ് ഈ നാക്കം പുറത്തേക്ക് തള്ളി ഇങ്ങനെ പിന്നെ ചോര ഒലിപ്പിച്ച് കിടക്കേണ്ടി വരും. അവിടെ നിർത്തണം. എന്നാൽ അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, CPMകാർക്ക് മാത്രമല്ല UDFകാർക്ക് ഇതൊരു പാഠമായിരിക്കണം. എങ്ങനെയാണ് രാഷ്ട്രീയ എതിരാളികളെ അവരുമായിട്ട് പോരാടുന്നത്, എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ബാലപാഠങ്ങൾ സുധാകരൻ എന്ന് പറഞ്ഞ 75 വയസ്സുകാരൻ, പല രോഗങ്ങളുമൊക്കെ ഉള്ള ആളാണ്. അയാൾ ഈ പറഞ്ഞ ഈ UDF നേതൃത്വത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കാൻ അവരും തയ്യാറാവണം. ഞാൻ പറഞ്ഞ UDFകാർ വലിയ തോതിലുള്ള അംഗീകാരം കൊടുക്കണം അയാൾക്ക്. അയാളെ അംഗീകരിക്കണം. കാരണം അയാൾ UDFന് ഉണ്ടാക്കി കൊടുക്കുന്ന നേട്ടം ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ എന്ന് മാത്രമല്ല, സുധാകരൻ്റെ ഈ പോരാട്ട വീരത ശരിക്കും TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഒക്കെ ആവാഹിക്കേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ അനുഭവ പാഠപുസ്തകമാണ് സുധാകരൻ എന്നത് CPMകാർ മാത്രമല്ല UDFകാരും മനസ്സിലാക്കണം എന്ന് എനിക്ക് സൂചിപ്പിക്കണം. എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും R നാസറും H സലാമും സജി ചെറിയാനൊന്നും ശൈലി മാറ്റരുത്. ഇതേ ശൈലി തന്നെ മുന്നോട്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ കമ്മ്യൂണിസം ഇനി കുറച്ചുകൂടി നശിക്കാനുണ്ട്. അതിന് നിങ്ങളുടെ ഒരു സേവനവും സഹായവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ശൈലി തിരുത്തണ്ട. എന്തായാലും ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ ഈ കയറിൻ്റെ നാടാണ് ആലപ്പുഴ. അപ്പോൾ ഈ തൊണ്ട് തല്ലുന്നത് പോലെയാണ് സുധാകരൻ ഈ പറയുന്ന നാസറിനെയും സലാമിനെയും ഒക്കെ ചതച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും ഇനി സുധാകരനെ കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണ് R നാസർ ഭീഷണിപ്പെടുത്തിയത്. അത് തിരിച്ചാകാതെ നോക്കിയാൽ R നാസറിന് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശൈലി തിരുത്തരുത് എന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും കാണാം.